ഹായ് ഗൈസ്, വീട്ടിലെ കുഞ്ഞു അടുക്കളത്തോട്ടത്തിലേക്ക് വേണ്ടുന്ന ജൈവവളം എങ്ങനെ റെഡിയാക്കാം എന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ജൈവവളം റെഡിയാക്കാനായി പെയിൻറ്റിൻ്റെ 4 ബക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതാവുമ്പോൾ നല്ല ഉറപ്പും പെട്ടെന്ന് വേവിച്ചെന്നാൽ പൊട്ടിപ്പോകുന്നതുമല്ല. അതുപോലെ നന്നായി അടച്ചു വെക്കാനും സാധിക്കും. ഇനി ഇതിന് ആദ്യമായി വേണ്ടത് ഈ ബക്കറ്റിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഹോൾസ് ഇടണം. ഇനി ഏറ്റവും അടിയിൽ ഒരു ലെയർ മണ്ണിട്ട് കൊടുത്ത് അതിനു മീതെ കുറച്ച് കരിയിലയോ ചപ്പുചൊറകളോ ഇട്ട് കൊടുക്കുക. ഇനി ഒരല്പം മണ്ണ് കൂടെ ഇട്ട് കൊടുത്ത് അടുക്കളയിൽ വേസ്റ്റായി ബാക്കി വരുന്ന ഏത് പച്ചക്കറികളും മുട്ടത്തോടോ ഇവയെല്ലാം ഓരോ ദിവസവും ശേഖരിച്ച് വെച്ച് ഇതിൽ തട്ടിക്കൊടുക്കുക. ഇനി ഇതിലേക്ക് സ്പെഷ്യലായി വേണ്ടത് നല്ല പുളിയുള്ള കുറച്ച് തൈരാണ്. ഇല്ല എങ്കിൽ 2-3 ദിവസം വെച്ച് പുളിപ്പിച്ച കഞ്ഞിവെള്ളം. ഏറ്റവും നല്ലത് തൈരാണ്. പെട്ടെന്ന് പുഴുവന്ന് വേസ്റ്റ് എല്ലാം പൊടിയാക്കി തരും. ഇനി ഇതിന് മേലെ കുറച്ച് മണ്ണിട്ട് ദിവസേനയുള്ള പച്ചക്കറി വേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബക്കറ്റ് നിറയാറാവുമ്പോൾ അല്പം മണ്ണിട്ട് അല്പം കൂടെ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ചു വെച്ച് അടുത്ത ബക്കറ്റിലോ ചാക്കിലോ ഇതുപോലെ ചെയ്തെടുക്കാം. ഇതിന് അടിയിലൊരു ഹോൾസ് ഇട്ട് പാത്രം വെച്ച് കൊടുത്താൽ ഇതിൽ നിന്നും വരുന്ന സ്ലറിയും നമുക്ക് വളമായി ഉപയോഗിക്കാം. അപ്പോൾ ഇനി എല്ലാവർക്കും ജൈവവളം കാശ് കൊടുക്കാതെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കിക്കൂടെ? അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച കുഞ്ഞു അടുക്കളത്തോട്ടത്തിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ കയറി കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.